ഗാസയിലെ സൈനിക നടപടികൾ ലോകമെമ്പാടുമുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനും തന്ത്രപരമായ പിന്തുണ ഉറപ്പാക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ ഒരു ബൃഹത്തായ വിവരയുദ്ധ തന്ത്രം സജീവമാക്കിയിരിക്കുന്നു. ഈ നീക്കത്തിന്റെ സുപ്രധാനമായ ലക്ഷ്യം തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കൻ ഐക്യനാടുകളിലെ പൊതുജനാഭിപ്രായത്തെ, പ്രത്യേകിച്ചും യുവതലമുറയ്ക്കിടയിലെയും ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങൾക്കിടയിലും ഇസ്രായേലിന് അനുകൂലമായി നിലനിർത്തുക എന്നതാണ്. പലസ്തീനിലെ കൂട്ടക്കൊലയുടെയും മാനുഷിക ദുരന്തത്തിന്റെയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തത്സമയം പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരമ്പരാഗത മാധ്യമങ്ങൾക്കപ്പുറം ഡിജിറ്റൽ വേദികളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം ഫോറിൻ ഏജന്റ്സ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള രേഖകൾ അനുസരിച്ച് 3 പ്രധാന അമേരിക്കൻ പബ്ലിക് റിലേഷൻ സ്ഥാപനങ്ങളെ വൻതുകയ്ക്ക് കരാറിലെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യൂറോപ്യൻ കമ്പനിയായ ഹവാസ് മീഡിയ ഗ്രൂപ്പ് വഴിയാണ് ഈ കരാറുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിഡ്ജസ് പാർട്ട്നേഴ്സ്, ക്രിസ്ത്യൻ PR ഏജൻസിയായ ഷോ ഫെയ്ത്ത് ബൈ വർക്ക്സ്, ഓൺലൈൻ കൺസൾട്ടൻസിയായ ക്ലോക്ക് ടവർ എക്സ് എന്നിവയാണ് ഈ തന്ത്രത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണ തന്ത്രജ്ഞനായിരുന്ന പാർസ്കൽ അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞർ ഈ PR പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ട് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ സമൂഹങ്ങൾക്കിടയിൽ ഇസ്രായേലിനുള്ള പിന്തുണയ്ക്ക് ചരിത്രപരമായ അടിത്തറയുണ്ട്. എന്നാൽ ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുവ ഇവാഞ്ചലിക്കൽ വോട്ടർമാർക്കിടയിൽ ഇസ്രായേലിനോടുള്ള പിന്തുണ കുറയുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ തകർച്ച തടയാനും പരമ്പരാഗത പിന്തുണ നിലനിർത്താനും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ക്രിസ്ത്യൻ PR ഏജൻസിയായ ഷോഫെയ്ത്ത് ബൈ വർക്സുമായി $3.2 മില്യൺ ഡിജിറ്റൽ ക്യാമ്പയിൻ കരാർ ഒപ്പിട്ടത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജിയോഫെൻസിംഗ് ക്രിസ്ത്യൻ ക്യാമ്പയിനാണിത്. കാലിഫോർണിയ, അരിസോണ, നെവാഡ, കൊളോറാഡോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട പള്ളികളുടെയും ക്രിസ്ത്യൻ കോളേജുകളുടെയും ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ നിർണ്ണയിച്ച് അവിടെ എത്തുന്നവരുടെ മൊബൈൽ ഫോണുകളിൽ ഇസ്രായേലിന് അനുകൂലമായ ഡിജിറ്റൽ പരസ്യങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ രീതി. ആരാധനാ സമയങ്ങളിൽ പള്ളികളിൽ എത്തുന്നവരെ ലക്ഷ്യമിട്ട പരസ്യങ്ങൾ നൽകിയ ശേഷം അവരെ തുടർന്നും ട്രാക്ക് ചെയ്യാനും പരസ്യങ്ങൾ നൽകാനും പദ്ധതിയുണ്ട്. ഇസ്രായേലിനെ ബൈബിളിലെയും ചരിത്രത്തിലെയും രാഷ്ട്രം എന്ന നിലയിൽ അവതരിപ്പിക്കുക, ഇസ്രായേൽ രാഷ്ട്രവുമായി നല്ല ബന്ധം വളർത്തുക, പലസ്തീൻ ജനതയെ തീവ്രവാദികളായി ചിത്രീകരിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ സൂചിപ്പിക്കുന്ന ഒരു മൊബൈൽ 10/7 എക്സ്പീരിയൻസ് ക്രിസ്ത്യൻ കോളേജുകളിലും പരിപാടികളിലും എത്തിക്കാൻ പദ്ധതിയുണ്ട്. ഹമാസ് ആക്രമണത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ച് അമേരിക്കൻ ജനതയുടെ വൈകാരിക പിന്തുണ ഉറപ്പിക്കാനാണ് ഈ നീക്കം. നടൻ ക്രിസ് പ്രറ്റ്, ജോൺ വോയ്റ്റ് തുടങ്ങിയ ക്രിസ്ത്യൻ സെലിബ്രിറ്റി വക്താക്കളുടെ പങ്കാളിത്തവും ഏജൻസി വാഗ്ദാനം ചെയ്യുന്നു. പ്രധാനമായും യുവതലമുറ കൂടുതലായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകളിലും ഇസ്രായേലിന്റെ വിവരണങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള ഉത്തരവാദിത്തം ക്ലോക്ക് ടവർ എക്സിനാണ്. ട്രംപ് സഹായിയായ പർസ്കൽ നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനം $6 മില്യൺ കരാറാണ് നേടിയിരിക്കുന്നത്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ജെൻസ് വിഭാഗവുമായി ബന്ധപ്പെടാനും പ്രതിമാസം 50 മില്യൺ ഇംപ്രഷനുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഉള്ളടക്കമാണ് ക്ലോക്ക് ടവർ എക്സ് നിർമ്മിക്കുന്നത്. ഔദ്യോഗികമായി ഇത് സെമിറ്റിക് വിരുദ്ധതയെ നേരിടാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഗാസ യുദ്ധത്തെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ വിവരണങ്ങൾ ഓൺലൈനിൽ പ്രമുഖമായി നിലനിർത്താനാണ് ഇവരുടെ ശ്രമം. ChatGPT, ജെമിനി, ഗ്രോക്ക് പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടാനുള്ള കരാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇസ്രായേലിനോടുള്ള അനുഭാവം പുലർത്തുന്ന ഉള്ളടക്കം ഇന്റർനെറ്റിൽ വ്യാപകമായി നിറയ്ക്കുന്നതിലൂടെ ഈ AI മോഡലുകൾ ഗാസ യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായി വിവരങ്ങൾ നൽകാനുള്ള സാധ്യതയുമുണ്ട്. ലാർജ് ലാംഗ്വേജ് മോഡലുകൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സംഗ്രഹിക്കുന്നതിനും ഉപയോഗിക്കുന്ന റീട്രീവൽ ഓഗ്മെന്റ് ജനറേഷൻ സംവിധാനത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതാണ് ഈ തന്ത്രം. ഇസ്രായേൽ അനുകൂല സൈറ്റുകളും വിവരങ്ങളും കൊണ്ട് ഇന്റർനെറ്റ് നിറയ്ക്കുന്നത് വഴി AI മോഡലുകൾക്ക് ഗാസയിലെ കാര്യങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും വസ്തുതാപരമായ റിപ്പോർട്ടിംഗിൽ പ്രാധാന്യം കുറയ്ക്കാനും കഴിയും. ഈ ഉള്ളടക്കത്തിലെ പലതും വലതുപക്ഷ ക്രിസ്ത്യൻ ശൃംഖലയായ സെലം മീഡിയ ഗ്രൂപ്പുമായി സംയോജിക്കും. പർസ്കൽ സെലം മീഡിയയുടെ ചീഫ് സ്ട്രാറ്റജി ഓഫീസർ ആയതിനാൽ ഇസ്രായേലിന് അനുകൂലമായ സന്ദേശങ്ങൾ വലിയൊരു കൺസർവേറ്റീവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും. സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പിന്തുണക്കാർ അല്ലാതിരുന്നിട്ടും ഇസ്രായേലിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ പണം കൊടുത്ത് നിയമിക്കുന്ന ഒരു തന്ത്രമാണിത്. ബ്രിഡ്ജസ് പാർട്ട്നേഴ്സ് വഴി നടപ്പാക്കുന്ന ഈ ക്യാമ്പയിൻ എസ്തർ പ്രോജക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നതിനായി 14 മുതൽ 18 വരെ പേരടങ്ങുന്ന ഒരു കൂട്ടം അജ്ഞാത ഇൻഫ്ലുവൻസർമാർക്ക് പണം നൽകുന്ന ക്യാമ്പയിനാണിത്. ഓരോ പോസ്റ്റിനും ഏകദേശം $7,000 വരെ നൽകിയാണ് ഈ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിക്കുന്നത്. ഇത് വൻ തുകയാണ്. വിദേശ സർക്കാരിന് വേണ്ടി പണം വാങ്ങി പ്രചാരണം നടത്തുന്ന ഇൻഫ്ലുവൻസർമാർക്ക് അമേരിക്കൻ നിയമം അനുസരിച്ച് അത് വെളിപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. ഈ അമേരിക്കൻ ഇൻഫ്ലുവൻസർമാരുടെ അജ്ഞാതതത്വം നിയമവിരുദ്ധമായേക്കാം എന്ന വിമർശനവും ശക്തമാണ്.
ഇസ്രായേലിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ ഇസ്രായേൽ വാങ്ങിയെടുത്തു എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള കമന്റുകൾ ഓൺലൈൻ മീമുകളായി ഉപയോഗിക്കാനും പദ്ധതിയുണ്ട്. ഈ PR ക്യാമ്പയിനുകൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചുള്ള ഒരു ശക്തമായ പ്രതിരോധ നീക്കമാണ്. ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം വസ്തുതാപരമായ റിപ്പോർട്ടിംഗിൽ ആഘാതം ലഘൂകരിക്കുക എന്നതാണ്. കൃത്രിമ വിവരങ്ങൾ നൽകിയാലും ഗാസ യുദ്ധത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ റിപ്പോർട്ടിംഗിന്റെ വ്യാപ്തിയെ മറികടക്കാൻ ഇത് മതിയാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും യുദ്ധത്തെക്കുറിച്ച് ഒരുതരം അവ്യക്തത സൃഷ്ടിക്കാനും ഇരുപക്ഷങ്ങളെയും ഒരുപോലെ അവതരിപ്പിക്കാനും ഇസ്രായേലിന്റെ പ്രതികരണത്തെ കൂടുതൽ ന്യായീകരിക്കാനും ഈ PR വർക്ക് സഹായിച്ചേക്കാം. ഇത് അമേരിക്കൻ പൊതുജനാഭിപ്രായത്തെ കൂടുതൽ ധ്രുവീകരണത്തിന് വഴിയൊരുക്കും. സൈനിക ആയുധങ്ങൾക്ക് പുറമെ പൊതുജനാഭിപ്രായം എന്ന ആയുധം തങ്ങളുടെ വിജയത്തിന് നിർണായകമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിവരയുദ്ധം സൈനിക തന്ത്രങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ട്രംപ് പ്രചരണ തന്ത്രജ്ഞൻ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ വലതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കൺസർവേറ്റീവുകളുടെ പിന്തുണ ഇസ്രായേലിന് എത്രത്തോളം നിർണായകമാണെന്ന് അടിവരയിടുന്നു. അമേരിക്കൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത വിദേശ ഏജന്റുമാരുടെ ഈ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ വിദേശ സർക്കാരുകൾ നടത്തുന്ന സ്വാധീന പ്രവർത്തനങ്ങളുടെ സുതാര്യതയെക്കുറിച്ചും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പൊതുബോധത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഇത് വർദ്ധിപ്പിക്കുന്നു.